നമസ്കാരം. ഇസ്രായേലിലേക്ക് വീണ്ടും മിസൈൽ ആക്രമണം നടത്തി ഹൂത്തി വിമതർ. ഇസ്രായേൽ സമയം ഇന്ന് പുലർച്ചെയോടെയാണ് ആക്രമണം നടന്നത്. രാവിലെ 3:45 മിസൈൽ ആക്രമണം ഉണ്ടായത്. 16 പേർക്ക് പരിക്കേറ്റു എന്നാണ് പ്രാഥമിക റിപ്പോർട്ട്. ടെൽ അവീവിലെ ഒരു കളിക്കളത്തിലാണ് ഈ മിസൈൽ വന്ന് പതിച്ചത്. മിസൈൽ വന്ന് പതിച്ച ഭാഗത്ത് ആഴത്തിൽ തന്നെ ഒരു ഗർത്തം രൂപം കൊണ്ടതായി ദൃക്സാക്ഷികൾ പറയുന്നുണ്ട്. ഇതിന് സമീപത്തുള്ള ഒരു അപ്പാർട്ട്മെൻറ്റിലെ ജനൽ ചില്ലുകളൊക്കെ തന്നെ മൊത്തത്തിൽ തകർന്നു വീണതായും ദൃക്സാക്ഷികൾ പറഞ്ഞു. കഴിഞ്ഞ 2 ദിവസത്തിനിടെ ഇത് 2ാം തവണയാണ് ഹൂത്തി വിമതർ ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തുന്നത്. സാധാരണഗതിയിൽ ഇസ്രായേലിലേക്ക് മിസൈലുകൾ വരുമ്പോൾ അവ പ്രതിരോധിക്കുന്നതിനായി അവരുടെ സ്വന്തം അയൺ ഡോം സംവിധാനം ശക്തമായ തോതിൽ തന്നെയാണ് നിലനിന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ ഒരു മിസൈൽ കടന്നു വന്നപ്പോൾ എന്തുകൊണ്ട് അതിനെ തടയാൻ അയൺ ഡോമിന് സാധിച്ചില്ല എന്നുള്ളതിനെക്കുറിച്ച് അന്വേഷണം നടത്തുകയാണെന്നാണ് ഇപ്പോൾ ഇസ്രായേൽ സൈനിക വൃത്തങ്ങൾ വെളിപ്പെടുത്തുന്നത്. ടെൽ അവീവിൽ കൂടുതൽ പേർക്ക് പരിക്കേറ്റത് തിക്കിലും തിരക്കിലും പെട്ടാണ് എന്നാണ് പറയപ്പെടുന്നത്. കാരണം മിസൈൽ പതിച്ചതോടെ ആ വലിയ ശബ്ദം കേട്ട് പലരും സുരക്ഷിത സ്ഥാനങ്ങൾ തേടി ഓടുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ഓടുന്നതിൻ്റെ ഇടയിൽ തിക്കിലും തിരക്കിലും പെട്ടാണ് പലർക്കും പരിക്കേറ്റതെന്ന് കരുതപ്പെടുന്നുണ്ട്. കാരണം അതിന് സമീപത്ത് തന്നെ വലിയൊരു അപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അവിടെ ഒരുപാട് ആളുകൾ താമസിക്കുന്നുമുണ്ടായിരുന്നു. അവിടെ താമസിക്കുന്നവരെല്ലാവരും തന്നെ ഈ ശബ്ദം കേട്ട് ഇറങ്ങി ഓടി സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിലായിരുന്നു ഇത്തരത്തിലുള്ള പലർക്കും പരിക്കേറ്റതെന്ന് പറയുന്നുണ്ട്. 3 വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് ഈ ആക്രമണത്തിൽ പരിക്കേറ്റതായും പറയപ്പെടുന്നുണ്ട്. കഴിഞ്ഞ ദിവസവും ഹൂത്തികൾ ഇസ്രായേലിലേക്ക് ബാലിസ്റ്റിക് മിസൈലുകൾ അയച്ചിരുന്നു. ഇതിന് ശക്തമായ തിരിച്ചടി തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേൽ നൽകിയത്. ഇസ്രായേൽ വ്യോമസേനയുടെ 14 യുദ്ധവിമാനങ്ങൾ 2000 കിലോമീറ്റർ പറന്ന് യമനിലെത്തി അവിടുത്തെ ഹൂതി വിമതരുടെ പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രങ്ങളെല്ലാം തന്നെ തകർത്ത് തരിപ്പണമാക്കിയിരുന്നു. ഇവിടെയുള്ള ഹുദൈദ തുറമുഖമായിരുന്നു ഹൂതികൾ പ്രധാനമായും കൈയടക്കി വെച്ച് ഇവിടെ നിന്ന് മിസൈൽ ആക്രമണം മറ്റും നടത്തിയിരുന്നത്. ഇവിടേക്കാണ് ഏറ്റവും അധികം രൂക്ഷമായ തോതിൽ ഇസ്രായേൽ വ്യോമസേന ആക്രമണം നടത്തിയത്. ഈ തുറമുഖം കൂടാതെ മറ്റ് 2 ചെറു തുറമുഖങ്ങൾ കൂടി പൂർണ്ണമായും നശിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ഉപയോഗിച്ചിരുന്ന വലിയ ക്രെയിനുകൾ, കപ്പലുകളെ തീരത്തേക്ക് കൊണ്ടുവരാൻ ഉപയോഗിക്കുന്ന ടഗ് ബോട്ടുകൾ തുടങ്ങിയ എല്ലാ സംവിധാനങ്ങളും ഇസ്രായേൽ വ്യോമസേന തകർത്ത് തരിപ്പണമാക്കിയിരുന്നു. കൂടാതെ ഇവരുടെ ആയുധ സംഭരണ കേന്ദ്രങ്ങളും ഒക്കെ ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ തകർന്നിരുന്നു. കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്നെ പറഞ്ഞത് ഹിസ്ബുള്ളയുടെയും ഹമാസിൻ്റെയും ഒക്കെ അവസ്ഥ കണ്ട് ഹൂതികൾ കാര്യങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ അവരെ തങ്ങളൊരു പാഠം പഠിപ്പിക്കും എന്ന് തന്നെയാണ്. ഒരുപക്ഷെ ഈ ദിവസങ്ങളിൽ വീണ്ടും യമനിലേക്ക് ഒരാക്രമണം കൂടി ഇസ്രായേൽ നടത്താനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല. കഴിഞ്ഞ വർഷം ഒക്ടോബർ 7 ഇസ്രായേലിലേക്ക് ഹമാസ് തീവ്രവാദികൾ കടന്നു കയറി ആക്രമണം നടത്തിയതിൻ്റെ തൊട്ടു പിന്നാലെ അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഹൂത്തി വിമതരും ഇസ്രായേലിലേക്ക് ആക്രമണം തുടങ്ങിയത്. മാത്രമല്ല ഇസ്രായേൽ ബന്ധമുള്ള കപ്പലുകളൊക്കെ തന്നെ കടൽ തടയുകയും അവ പലതും തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. ചില കപ്പലുകൾ അവർ മുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു സന്ദർഭത്തിൽ ഇസ്രായേൽ സൈന്യം ശക്തമായ തോതിൽ തന്നെ അവർക്ക് നേരെ ആക്രമണം നടത്തിയിരുന്നു. കൂടാതെ അമേരിക്കൻ നാവികസേനയും ഇപ്പോൾ ചെങ്കടലിൽ അവരുടെ യുദ്ധക്കപ്പലുകൾ വിന്യസിച്ചിട്ടുണ്ട്. അവരുടെ ആക്രമണവും മറ്റൊരു വശത്ത് നിന്ന് ഹൂതികൾ നേരിടുന്നുണ്ടെങ്കിലും ഇതിനെല്ലാം ഇടയിലും എങ്ങനെയാണ് ഈ മിസൈൽ ഇസ്രായേലിലെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരമായ ടെൽ അവീവിലേക്ക് എത്തിയത് എന്നുള്ളത് ഇസ്രായേലിനെ ഇപ്പോഴും ആശങ്കയിലാക്കുന്നുണ്ട്. ഇതിന് കനത്ത തിരിച്ചടി നൽകാൻ തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യത്തിൻ്റെ നീക്കമെന്നാണ് കരുതപ്പെടുന്നത്. നേരത്തെ ഹമാസിന് പിന്തുണ പ്രഖ്യാപിച്ചു കൂടിയിരുന്ന ഹിസ്ബുള്ള ഏതാണ്ട് ഇപ്പോൾ പൂർണ്ണമായും ഇല്ലാത്ത അവസ്ഥയിലായി. അതുപോലെ ഹമാസ് കീഴടങ്ങാൻ നിൽക്കുന്നു. ഇനിയുള്ളത് ഹൂത്തി വിമതർ മാത്രമാണ്. മറ്റ് 2 തീവ്രവാദ സംഘടനകളെ അപേക്ഷിച്ച് താരതമ്യേന ശക്തി കുറഞ്ഞ തീവ്രവാദികളാണ് ഹൂത്തി വിമതർ. അവർ യമനിൽ അവിടുത്തെ ഭരണം കയ്യേറി അവിടുത്തെ വിമാനത്താവളങ്ങളും തുറമുഖങ്ങളും എല്ലാം കൈയടക്കിക്കൊണ്ട് ഭരണം നടത്തുന്ന സംവിധാനമാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ അവർ നിരന്തരമായി ഇപ്പോഴും ഇസ്രായേലിലേക്ക് ഇത്തരത്തിലുള്ള ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നതിന് കനത്ത തിരിച്ചടി നൽകാൻ തന്നെയാണ് ഇസ്രായേൽ തീരുമാനിച്ചിട്ടുള്ളത്.